നമസ്കാരം, പാലക്കാടാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് തവണ വാളയാർ വഴി ട്രെയിനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് വാളയാറിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒലവക്കോടിലാണ്. പ്രധാനപ്പെട്ട റോഡൊക്കെ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അങ്ങ് മുൻഭാഗത്തായിട്ട് ഒരു ലോക്കോമോട്ടീവിനൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ 6:30 നമുക്ക് വാളയാറിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടുന്ന് 6:42 അത് പാലക്കാട് ടൗണിൽ നിന്ന് തിരുച്ചിറപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇവിടെ മഴ പെയ്തതുകൊണ്ട് വെള്ളമൊക്കെ കയറിയിട്ടാണുള്ളത്. ഈ ഭാഗത്ത് ടാക്സിയാണ് വന്ന് നിർത്തുന്നത്. വെള്ളമായതുകൊണ്ട് പിന്നെ ആ ഒരു റോഡിൻ്റെ അതിലൂടെ നടക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഭാഗം ചേർന്ന് നടക്കാം. കണ്ടോ, ഇവിടെ ചളിയും ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷനിലോട്ട് പോയിട്ട് ആദ്യം ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് 4 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇവിടെ ഇതാ മംഗളൂരു സെൻട്രൽ, MGR, ചെന്നൈ സെൻട്രൽ, വെസ്റ്റ് കോസ്റ്റ്, വാളയാറിലേക്ക് പോകാനുള്ള വണ്ടി ഇതാ വരികയാണ്. WDP 40. ഇത് ചെറിയ വണ്ടിയാണ് കേട്ടോ. പാലക്കാട് നിന്ന് വാളയാറിലേക്ക് 25 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഒരാൾക്ക് ട്രെയിൻ വന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. 6:49 പാലക്കാട് നിന്ന് അങ്ങനെ ഇതാ ട്രെയിൻ എടുത്തു. ചെറിയ തോതിലുള്ള മഴയുണ്ട്. മെമോ ഷെഡ് പാലക്കാട്. രാവിലെ തന്നെ മഴയത്തുള്ളൊരു ട്രെയിൻ യാത്രയാണ്. പാലക്കാടിൻ്റെ ഭംഗി അങ്ങ് പുറകിലായി മലനിരകളൊക്കെ നമുക്ക് കാണാം. ട്രെയിൻ ഇപ്പോൾ കഞ്ചിക്കോട് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ട്രെയിൻ ഇതാ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ റൂഫില്ലാത്തത് കൊണ്ട് മഴയൊക്കെ തന്നെ എന്തായാലും. അടുത്ത സ്റ്റേഷനിൽ തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്, വാളയാറ്. ഈ കഞ്ചിക്കോട് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഒരു മലയുടെ ഫ്രെയിമൊക്കെ കിട്ടുന്നതാണ്. അത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ ഉടനെ തന്നെയായി. ട്രെയിനിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നാലാണ് കേട്ടോ ആ ഒരു കാഴ്ചയൊക്കെ കാണാനായി സാധിക്കുക. ഇതാണ് കേട്ടോ ആ ഒരു വളവ്. പക്ഷെ മഴയായതുകൊണ്ട് വലിയ വ്യക്തത ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. കോട കയറുന്നതുകൊണ്ട് മലനിരകൾ വ്യക്തമല്ല. അങ്ങനെ വാളയാറിലെത്തി. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴ തന്നെയാണ്. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. പാലക്കാട് ഭാഗത്തേക്കുള്ള മറ്റൊരു ലൈൻ ഇതാണ്. എന്തായാലും മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ കിട്ടി. അധികം റൂഫൊന്നും ഉണ്ടാവില്ല ഇവിടെ. ചെറിയൊരു സ്റ്റേഷനായത്. അങ്ങനെ വാളയാറിന് ഇതാ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് എടുത്തു. ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ഈ വണ്ടി അവിടെ എത്തും. പിന്നെ ഈ സ്റ്റേഷനിൽ മുഴുവനും കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇത് ഇവിടെയുണ്ട്, അങ്ങ് അവിടെയുണ്ട്, കുറേ ഉണ്ട്. ആ മുൻഭാഗത്തുള്ളൊരു കാഴ്ച കണ്ട നല്ല സീനിക് വ്യൂ തന്നെയാണ്. ആ മല അടിപൊളിയല്ലേ? അതെ, അതങ്ങ് പോയി. വാളയാറെത്തി ആദ്യം തന്നെ ഒരു ട്രെയിനെ കാണുകയാണ്. ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്.
ഇപ്പം ഇതുവഴി കടന്നു പോകും. മഴയത്ത് ഇതുപോലെയുള്ള ഷെഡിൽ കയറി നിൽക്കാൻ നോക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തും ഇതുപോലെയുള്ള കുട്ടിക്കുരങ്ങുകളൊക്കെ ഉണ്ടാവും. ഇവിടെ തന്നെ ഇപ്പം 2 ഉണ്ട്. പിന്നെ നേരെ ആ ഭാഗത്തേക്ക് വന്നാൽ അവിടെയുണ്ട്. അവിടെ പിന്നെ 2-3-4 ചേട്ടന്മാർ കൂടി ഉണ്ട്. കോർബ വണ്ടി വരട്ടെ. വണ്ടി ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കോർബ തിരുവനന്തപുരം വണ്ടി ഇതാ വരികയാണ്. ചെറിയൊരു വളവുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ WP7 ആണ്. ഞങ്ങൾ ഈ ട്രെയിനിൽ കോർബയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര പോയതാണ് സ്ലീപ്പറിൽ. ഇതിൻ്റെ റേക്ഷൻ തന്നെയാണ് തിരുവനന്തപുരം ഇൻഡോർ അഹല്യാനഗരി. സ്ലീപ്പർ ക്ലാസ്സിൽ എടുത്ത് വൃത്തിയായിട്ട സ്മെല്ലാണ് കേട്ടോ. ഇത് മിനിയാന്ന് രാത്രിക്കാണ് കോർബയിൽ നിന്ന് പുറപ്പെട്ടത്. ഇത് വൈകിട്ട് ഇനിയിപ്പോൾ ഇത് തിരുവനന്തപുരം എത്തും. വാളയാർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് കുറച്ച് ഫാക്ടറികളൊക്കെ കാണാം. ഇതേ ഒന്നങ്ങ് അവിടെയും കാണാം. ഇത് മലബാർ സിമൻസ് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഒരു മലബാർ സിമൻറ്റ് ലിമിറ്റഡ്. അപ്പോൾ അത് നേരെ ഇവിടെ തന്നെയാണ് കേട്ടോ. മഴ കുറച്ച് മാറിയ സമയത്ത് നമ്മളിതാ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ഇപ്പോഴേ ഇല്ല. പെട്ടെന്നാണ് ഇവിടെ മഴ കൂടുന്നതും. നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ വലിയ മലയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മഴക്കാറും കോടയൊക്കെ കാരണം അത് വ്യക്തമല്ല. അതേ ആ ഭാഗത്തേക്കാണ് മലനിരകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് തന്നെ 2 ട്രാക്കുകളൊക്കെ ഉണ്ട്. ഇവിടെയും 2 ട്രാക്കുകളുണ്ട്. ടോട്ടലി ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് തന്നെ 4 ട്രാക്കുകളുണ്ട്. ഇനി ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് ആ ഒരു ഏരിയയിലാണ്. ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാം. വാളയാറിൽ ഇവിടെ മലയാളത്തിന് പുറമെ തമിഴ് ബോർഡുകളുണ്ട് കേട്ടോ. ഇതേ അവിടെ മലയാളമുണ്ട്. ഇതിലിവിടെ ഇപ്പം തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ഈ മഴ സമയത്ത് ഫോറസ്റ്റിലൂടെ എത്ര കിലോമീറ്റർ ഇവരിങ്ങനെ നടക്കണം. ശരിക്കും വളരെ ഒരു അപകടം പിടിച്ചൊരു ജോലി കൂടിയാണ് കേട്ടോ ഇത്. ട്രാക്ക്മാൻമാരുടെ എത്ര നടന്ന് പോകണം ഇങ്ങനെ. മാത്രമല്ല ഈ ആനയും വന്യജീവികളൊക്കെ ഇറങ്ങുന്നൊരു വഴി കൂടിയാണല്ലോ ഇത്. പിന്നെ ജീവിക്കണ്ടേ അല്ലേ. വാളയാർ സ്റ്റേഷൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല മഴയും കാറ്റുമാണല്ലോ. ഇവിടെ കണ്ട മുകളിൽ 1 2 3 4 5 ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ചതാ അവിടെയുണ്ട്. ഇവിടെ കയറി ഇരിക്കുകയാണ്. പാലക്കാട് ടൗൺ കോയമ്പത്തൂർ ജംഗ്ഷൻ മെമു ഇതാ കടന്നു വരികയാണ്. ഞങ്ങൾ ആദ്യം പാലക്കാട് നിന്ന് ഇതിൽ കയറി വരാനാണ് പ്ലാൻ ഉണ്ടായത്. പിന്നീടാണ് ആ ഒരു നേരത്തെ പോകുന്ന ഒരു വണ്ടിയില്ലേ, നമ്മൾ വന്ന വണ്ടി, അതിൽ തന്നെ വരാമെന്ന് കരുതിയത്. MEMU ആ വളഞ്ഞു വരുന്ന ഒരു കാഴ്ചയില്ലേ, നല്ല രസമാണ്. ഒരു ഹോൺ അടിച്ച് വന്നു. ഇതിൽ വലിയ തിരക്കൊന്നുമില്ല. പാലക്കാടേക്ക് പോകുന്നതും പാലക്കാട് നിന്ന് വരുന്നതുമായ 2 ലൈനുകളാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. സ്റ്റേഷൻ്റെ വലിയൊരു ബോർഡ് ഇവിടെ കാണാം. 3 ഭാഷകളിലായി ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. WRA എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. പിന്നെ ഇവിടെ ട്രെയിൻ ഇറങ്ങി ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ എന്നാലും ആൾക്കാർ കൂടുതലും ട്രാക്ക് കടന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് മെയിൻ റോഡും. ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ പണി നടക്കുകയാണ്. അതായത് ഇതിപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. മഴ മാറിയ സമയത്താണ് മുന്നിൽ കാണുന്ന
മലനിരകളുടെ വ്യൂ കുറച്ചും കൂടെ നല്ല വ്യക്തതയോടെ കാണാനായി സാധിക്കുന്നത്. ആ കാണുന്ന ഭാഗമൊക്കെ തമിഴ്നാടാണ് കേട്ടോ. ഇവിടുന്ന് വളരെ അടുത്താണ് ബോർഡർ വരുന്നത്. ആ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിപ്പം എല്ലാം മറയും കണ്ടോ. ഒരു മഴ വീണ്ടും പെയ്താൽ അത് വീണ്ടും മുഴുവനായിട്ടും കാണാതെ ആവും. പക്ഷേ മഴയല്ലാത്ത സമയത്ത് വന്നാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മല കാണാം. പക്ഷേ ഈ മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര നല്ല പച്ചപ്പിൽ ഇവിടെയൊക്കെ കാണാം. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് കാണാം. ഹൈ കപ്പാസിറ്റി പാഴ്സൽ വാൻ. ഇത്താർസിയുടെ WG9 ഓട്ടോമൊബൈൽ കാരിയർ. ഇതിൻ്റെ അകത്ത് പുതിയ കാറുകളൊക്കെ ഉണ്ടാവും. കാറുകളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന കോച്ചുകളാണിത്. 18 ടണ്ണാണ് ഒരു കോച്ചിൽ മാക്സിമം കപ്പാസിറ്റി. പാലക്കാട് ഭാഗത്തേക്കുള്ള കോയമ്പത്തൂർ ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. WP4 ആണ്. മംഗളൂരു മഡ്ഗാവ് എക്സ്പ്രസ് ഒക്കെ ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. ഇത് കുറേ റേക്ക് ഷെയറിംഗ് ഉണ്ട് ഇതിന്. തിരക്കേ ഇല്ല വണ്ടിയിൽ. ഇതിന് കുറേ സ്റ്റോപ്പ് ഉണ്ടല്ലോ. 8:51 വണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇവിടുന്ന് കയറാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇറങ്ങാനും ഉണ്ട്. അവിടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് കഴിക്കുന്നുണ്ടോ ആ മഴയത്ത് തന്നെ. വാളയാർ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ നാഷണൽ ഹൈവേ ഉള്ള ഭാഗത്തേക്ക് നടക്കുകയാണ്. അതേ വളരെ മുന്നിൽ തന്നെയാണ് ഹൈവേ. മഴ പെയ്തതുകൊണ്ട് ഈ ഭാഗത്ത് മുഴുവനും വെള്ളം കയറിയിരിക്കുക. നമുക്ക് നോക്കിയാൽ തന്നെ ഹൈവേ കാണാം. രണ്ട് ഭാഗത്തും കാടാണ്. ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ? അതിൻ്റെ നടുവിലൂടെയാണ് ഈ ചെറിയൊരു വഴിയുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നു വന്ന വഴി ഇതാണേ. അവിടെ നിന്ന് ഇതാ ഞങ്ങൾ നടന്ന് നാഷണൽ ഹൈവേ 544 തൊട്ട് മുന്നിൽ ഇതാ എത്തിയിരിക്കുകയാണ്. പഴയ NH47 തന്നെയാണിത്. അതായത് കൊച്ചി സേലം ഹൈവേ. മഴയത്ത് എന്ത് പറഞ്ഞാലും ഹൈവേയിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടൂല. ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു KSRTC പോയതേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് വെറും 400 മീറ്റർ മാറിക്കഴിഞ്ഞ ഉടനെ തന്നെയാണ് വാളയാർ ചെക്ക് പോസ്റ്റ്. അതങ്ങ് ആ ഒരു ഭാഗത്താണ്. അതായത് നമ്മുടെ വാളയാർ പരമശിവം ഇല്ലേ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെക്ക് പോസ്റ്റ്. റൺവേ എന്ന സിനിമയിൽ ഹിറ്റായ ഒരു ചെക്ക് പോസ്റ്റാണത്. വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നത് കാണാം. പാലക്കാട് നിന്ന് വാളയാറിലേക്കുള്ള പ്രൈവറ്റ് ബസ്സാണിത്. വാളയാറിൽ നിന്നും പാലക്കാടേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്. ഞാനൊരു KSRTCനെയാണ് നോക്കുന്നത്. ഒന്നും വരുന്ന കാണുന്നില്ലല്ലോ. വീണ്ടും നല്ല മഴയും കാറ്റും വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കയറി. നമ്മുടെ കേരളത്തിന്റെ വ്യത്യസ്തമായ ദിശകളില്ലേ, അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേഷനുകളുടെ കാര്യം കുറച്ച് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തെ അവസാന റെയിൽവേ സ്റ്റേഷനാണ്. അതായത് പാലക്കാട് ജില്ലയിലെ വാളയാർ. ഇത് കഴിഞ്ഞ ഉടനെ വരുന്നത് തമിഴ്നാട്ടിലെ എട്ടിമടി റെയിൽവേ സ്റ്റേഷനാണ്.
ഇനിയിപ്പോൾ നമുക്ക് വടക്ക് ഭാഗത്ത് നോക്കുവാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് വടക്ക് ഭാഗത്ത് വരുന്ന അവസാന റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ ഉടനെ വരുന്നത് കർണാടകയിലെ ഉള്ളാലാണ്. ഇനി നമുക്ക് നേരെ തെക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലത്തെ പാറശാലയാണ്. അത് കഴിഞ്ഞ ഉടനെ വരുന്നത് തമിഴ്നാട്ടിലെ കുഴുത്തുറൈ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട്, അതായത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ അവിടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കേരളത്തിലത്തെ അവസാന റെയിൽവേ സ്റ്റേഷൻ. ശേഷം പിന്നെ വരുന്നത് തമിഴ്നാട്ടിലത്തെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനാണ്. 10 മണിയായി ഇപ്പോൾ. ഇനി ഇതുവഴി 2 ട്രെയിനുകൾ കടന്നു വരാനുണ്ട്. ഒന്നിവിടെ സ്റ്റോപ്പുള്ള ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ, മറ്റൊന്നുള്ളത് ഹൈദരാബാദിലെ സിക്കന്ദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ശബരി എക്സ്പ്രസ്. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് കാണാം. ട്വിൻ ലോക്കോയാണ്. WG7 ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ ഇതാ വരികയാണ്. ഈ വണ്ടി ഇപ്പോൾ വന്നതില്ലേ, ഞാൻ നേരത്തെ പാലക്കാടേക്ക് പോകുന്ന ലൈൻ എന്ന് പറഞ്ഞില്ലേ, അതുവഴി വന്നതാണ്. ഈ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ അതിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശബരി വരുന്നുണ്ട്. പ്രയാപുരത്തിന്റെ WG7. ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവര് അമ്മയുടെ മുകളിൽ കയറി വരുന്ന കൊച്ച്, അതും പോയി. 2 വണ്ടിയും പോയി. അതിൻ്റെ കൂടെ തന്നെ കാക്കിയും വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. വാളയാർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയാണ്. ഇനി നേരെ പോകുന്നത് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈറോഡിന്ന് പാലക്കാട് ടൗണിലേക്ക് ഒരു മെമു ട്രെയിൻ ഉണ്ട്. അതിവിടെ രാവിലെ 10:23 എത്തുക. ഞങ്ങളിനിപ്പോൾ അതിലാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. 10:31 പോകാനുള്ള വണ്ടി ഇതാ കടന്നു വരികയാണ്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കഞ്ചിക്കോട്. അങ്ങനെ വാളയാറിന് ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെ വന്നത് അവർ വഴിയായിരുന്നു. കഞ്ചിക്കോടിലേക്ക് എത്തുകയാണ്. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് കടന്നു വരികയാണ്. പത്ത് 48 കഞ്ചിക്കോട്. ഇനി ഇവിടെ ഇറങ്ങാം. നമ്മൾ വന്ന പാലക്കാട് മെമു ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. ഇവിടെ കഞ്ചിക്കോടിലാകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരു ബോർഡുണ്ട്, ഗാഡ് ബിഗിങ്സ്. അതായത് ഇവിടെ മുതലാണ് ഫോറസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ, ആ ഒരു ഗാർഡ് സെക്ഷൻ. ഇനിയിപ്പോൾ ഇവിടത്തേക്ക് ഒരു വണ്ടി വരാനുണ്ട് ഇതുവഴി. കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 2 വണ്ടികൾ ഇനിയിപ്പോൾ ഇതുവഴി പോകാനുണ്ട്. ഒന്ന് ചെന്നൈ എഗ്മോറിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള എക്സ്പ്രസ്സും
പിന്നെ മറ്റൊരു വണ്ടി 2 മണിക്കൂർ വൈകി ധൻബാദ് നിന്ന് ആലപ്പുഴയിലേക്കുള്ള എക്സ്പ്രസ്സും. അവിടെ വീഴേന്ന്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഇതിപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. മിക്കവാറും ഇതിവിടെ വരാൻ കാരണം ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കയറ്റി വിടാനുള്ളൊരു ഇതായിരിക്കാം. കാരണം ഇത് ഓൾറെഡി ഡിലേ ആയിട്ട് വരുന്ന വണ്ടിയാണല്ലോ. കൃഷ്ണരാജപുരത്തിൻ്റെ W87. ഞങ്ങൾ ഈ ട്രെയിനിൽ മുഴുവൻ യാത്ര വന്നിട്ടുണ്ട്. ധൻബാദ് നിന്ന് ആലപ്പുഴ വരെ സെക്കൻഡ് AC. ഈ കഞ്ചിക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ്. ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. ഒരുപാട് പൊതുമേഖല, സ്വകാര്യ പരമായിട്ടുള്ള വ്യവസായശാലകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ റെയിൽവേ പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറി എന്തു പറയാം, വരും എന്ന് പറയുന്നതല്ലാതെ ഇനിയിപ്പം വരുന്ന പോലും നമുക്കറിയില്ല. കാരണം വെച്ചാൽ പദ്ധതി ഇപ്പം ഈ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്, ഉപേക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് സ്ഥലമൊക്കെ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ പദ്ധതി എവിടെ എത്തുന്നില്ല. അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് എന്താ പറയുക, ഒരുപാട് ഉപകാരമായി തന്നെ. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ഇതാ കടന്നു വരികയാണ്. ഇവിടുന്ന് ഇതാ ധൻബാദ് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യും. വൈപ്പറൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വരവ്. ധൻബാദ് അവിടെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. പിന്നെ ഈ സ്റ്റേഷൻ്റെ ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു മലനിര കാണാം. അപ്പോൾ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പാലക്കാടേക്കാണ് പോകുന്നത്. പാലക്കാടേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ബസ്സിലാണ്. ട്രെയിനൊന്നും ഈ സമയത്തില്ല. പിന്നെ നമുക്ക് ഇതിലൂടെ തന്നെ കുറച്ച് നടന്നതിന് ശേഷം ബസ് കിട്ടുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോവാം. ഇതിലൂടെ തന്നെയാണ് ഹൈവേയും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പ്രൈവറ്റ് ബസ്സൊക്കെ എന്തായാലും കിട്ടും, അതിൽ കയറിയിട്ട് പോവാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഞ്ചിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. റോഡ് വഴിയൊക്കെ പോയിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ടാണ്. ഈ ബസ് നിർത്തുന്ന സ്ഥലം ആരോടൊന്ന് ചോദിച്ചു നോക്കാം. കോവൈ ഒരു കോയമ്പത്തൂർ ബസ്സാണ്. നമുക്കിനി അപ്പുറത്തുനിന്നാണ് കേട്ടോ ബസ് കിട്ടുക. ഇവിടെ ഇപ്പം സിഗ്നലാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഒരു KSRTC കയറി കേട്ടോ. ഒരാൾക്ക് 26 രൂപയാണ് ആയത്. അപ്പോൾ കഞ്ചിക്കോട് നിതാ നമ്മൾ യാത്ര പോവുകയാണ്. പുതുശ്ശേരി എന്നൊരു സ്ഥലമാണ് ഇത്. ഇനി ഇവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പാലക്കാട് ഒരു 7.5 കിലോമീറ്റർ ഉണ്ട്.
ഞങ്ങൾ ബസ് ഇറങ്ങിയത് കോട്ട മൈതാനത്തിന്റെ ഭാഗത്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറാം. ഒലവക്കോടിലേക്കുള്ള ബസ്സിൽ അങ്ങനെ കയറി. ടൗൺ ബസ് സ്റ്റാൻഡാണ് ഇത്. പാലക്കാട് പട്ടാമ്പി, പിന്നെ ഇതിൻ്റെ അപ്പുറം ഒറ്റപ്പാലം ബസ്സൊക്കെ ഉണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി ഒലവക്കോട്. ഒരാൾക്ക് 15 രൂപയാണ് ആയത്. ഇവിടെ ഇതൊരു കോഴിക്കോട് ബസ്, അതായത് മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം വഴി. പിന്നെ അവിടെ മറ്റൊരു KSRTC കൂടെ പോകുന്നത് കാണാം. രാവിലെ ഇവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. വാളയാറും കഞ്ചിക്കോടൊക്കെ പോയിട്ട് ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇന്ന് നല്ല മഴയായിരുന്നു. ഞങ്ങൾ വാളയാർ ഉണ്ടാവുന്ന സമയത്ത്, കഞ്ചിക്കോട് എത്തിയ സമയത്ത് മഴയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ പാലക്കാട് സമയത്ത് മഴയേ ഇല്ല. ശരിക്കും വാളയാറിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്നാകെ ആ ഭാഗം കൂടുതലും ഫോറസ്റ്റാണ്, പിന്നെ മഴയായിരുന്നു. ഞങ്ങൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോഴും ചെന്നൈയിലേക്ക് നമ്മുടെ പഴയ ഉത്കൃഷ്ട കോച്ചുകൾ വെച്ചുകൊണ്ട് ഓടുന്നൊരു ട്രെയിൻ ഉണ്ട്. അതെ, പാലക്കാട് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മാരസൺ ബൈ ബൈ.